നമസ്കാരം. വ്യാഴം രാശി മാറുന്നു. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ സമയം നമ്മുടെ മകരം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. വ്യാഴം മകരം രാശിക്കാരുടെ 3-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ വ്യാഴം നിൽക്കുന്നത് ഭാവത്തിൻ്റെ 6-ാം ഭാവത്തിൽ. അപ്പോൾ മകരം രാശിക്കാർക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും അതിനോടൊപ്പം ദോഷപരമായ അനുഭവങ്ങളും ഉണ്ടാവും. ഈ സമയത്ത് ഇവർക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ കൂടുതലായി നേടുവാനും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിനോടൊപ്പം വ്യാഴം ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നറിയുകയെല്ലാം ചെയ്യണം. ജാതകം പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ അത്ഭുതകരമായ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ചിലവുകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായി അനുഭവിക്കേണ്ടി വരും. ചെറിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അലക്ഷ്യമായി അതിനെ മാറ്റി വയ്ക്കാതെ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഗുണകരമായി നേട്ടമുണ്ടാകും. എടുത്ത് ചാടി ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും ദോഷങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായും നിങ്ങൾ മനസ്സർപ്പിച്ച് ഒരു കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് പരിചയമില്ലാത്ത മേഖലയിൽ, അതായത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാകട്ടെ, നിങ്ങൾക്ക് പരിചയമില്ല, അറിവില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലോട്ട് എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അശ്രദ്ധ കൊണ്ടും പല അബദ്ധങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ള വ്യക്തികൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈ സമയം രോഗാവസ്ഥ കൂടുതലായി വരുവാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈശ്വര പ്രാർത്ഥന മൂലവും വിട്ടുവീഴ്ചകൾ മൂലവും നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന സമയമാണ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അസ്ഥിക്ക് പൊട്ടലേൽക്കുവാനോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റിച്ചിടേണ്ട അവസ്ഥയോ ഇതെല്ലാം വരുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. നേത്ര സംബന്ധമായ അസുഖം, വാദസംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സാഹസ്യ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് നല്ലതായിരിക്കും. ധനച്ചിലവ്, ആരോഗ്യ പ്രശ്നം ഇവയ്ക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ചിലവ് വളരെ കൂടുതലായി കാണുന്നുണ്ട്. ചിലവ് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. എതിരാളിയിൽ നിന്നും നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക. ഈ സമയത്ത് എതിരാളികൾ നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ അലസത മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുന്ന സമയം, പ്രതീക്ഷയിൽ കൂടുതൽ ധനച്ചിലവ്, അലസതാ മനോഭാവം ഇതെല്ലാം മാറ്റിവെച്ചാലേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധ്യതയുള്ളൂ. വിവാഹബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കുക, നിങ്ങളുടെ പ്രവൃത്തി നിയന്ത്രിക്കുക. ക്ഷമയും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവിക്കാം, പക്ഷേ സന്തോഷകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും. വിവാഹം കഴിക്കാതെ നടക്കുന്ന, അത് ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് വീണ്ടും കുറച്ച് സമയം എടുക്കാതെ ഈ ഒരു വേടമാറ്റം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ ബിസിനസ് പോലും നിങ്ങളുടെ തീരുമാനങ്ങൾ
അത് ബിസിനസ്സിൽ നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും നഷ്ടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ നല്ല മികവോടുകൂടി ബിസിനസ് നടക്കുകയും തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ഈ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി വ്യാഴത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴത്തെ പരിഹാരത്തിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക, ഭഗവാന്റെ സഹസ്രനാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.